വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു മാങ്ങാ പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 പച്ചമുളകും കൂടെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുക. അത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ അളവിൽ കടുകും, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ഉള്ളി, ഇതെല്ലാം ചേർത്ത് ചേർന്നിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ എടുത്തു വെച്ചിരുന്ന കടുക് ഒന്ന് ചതച്ച് ഈ ഒരു അരപ്പിലേക്ക് ചേർക്കേണ്ടതാണ്. അതിനുശേഷം തിളച്ച മാങ്ങയിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് നന്നായി തിളയ്ക്കാൻ നിൽക്കരുത്. അതിന് മുന്നേ തന്നെ തീ ഓഫ് ചെയ്യേണ്ടതാണ്. ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ തീ ഓഫ് ചെയ്യുക. നമ്മുടെ മാങ്ങാ പച്ചടി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി കടുക് പൊട്ടിച്ചിട്ടാൽ മാത്രം മതി. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ആദ്യം ഉലുവ പൊട്ടിക്കുക. അതിനുശേഷം കടുക്, അതിനുശേഷം മുളക്, കുറച്ച് കരിവേപ്പില. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി കൂടി അതിനകത്ത് ഇടേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ ഒരു കളറിൽ മാങ്ങാപ്പച്ചടി കിട്ടത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മാങ്ങാപ്പച്ചടിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം.